പശ്ചിമബംഗാളിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നിലപാട് കടുപ്പിച്ച് BJP സർക്കാർ. ബംഗ്ലാദേശികൾക്കും റോഹിംഗ്യകൾക്കും തടങ്കൽ കേന്ദ്രങ്ങൾ തുറക്കും. മുർഷിദാബാദിൽ ഒരു കേന്ദ്രം പ്രവർത്തന സജ്ജമായി. എല്ലാ ജില്ലകളിലും ഇത്തരത്തിലും തടങ്കൽ കേന്ദ്രങ്ങൾ തുറക്കാനാണ് തീരുമാനം. നോബൽ മാരിക്കാരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നോബൽ, ഈ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള തടങ്കൽ പാലം നിർമ്മിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം കൂടിയാണ് ഇപ്പോൾ പശ്ചിമബംഗാൾ. നേരത്തെ അസമിലും ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ സുവേന്ദു അധികാരി ഈ ഒരു നയം പ്രഖ്യാപിച്ച ശേഷം ഇത് 3-ാമത്തെ ദിവസം തന്നെയാണ് നിർദ്ദേശം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതല്ലേ? ശ്രുതി, പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ BJPയുടെ പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്നായിരുന്നു നുഴഞ്ഞുകയറ്റക്കാരെ സംസ്ഥാനത്ത് പുറത്താക്കും എന്ന്. കാരണം ജനങ്ങൾക്ക് ആവശ്യമായ, അതായത് ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കേണ്ട എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങളും നുഴഞ്ഞുകയറ്റക്കാർ കരസ്ഥമാക്കിയാണ്, അവർ തട്ടിയെടുക്കുകയാണ് എന്നതായിരുന്നു. അത് ജോലിയാകട്ടെ, റേഷനാകട്ടെ, അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഫണ്ടുകളാകട്ടെ, ഇതൊക്കെ തട്ടിയെടുക്കുകയാണ് എന്തായിരുന്നു BJPയുടെ വലിയൊരു ആരോപണം. തൃണമൂൽ കോൺഗ്രസ് വോട്ട് ബാങ്കാക്കി ഇവരെ വളർത്തുകയാണെന്നൊക്കെ ആരോപണം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു. എന്തായാലും സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തടങ്കൽ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത്. മുർഷിദാബാദിൽ ആദ്യ കേന്ദ്രം ഒരുങ്ങി എന്നാണ് എടുത്തു പറയേണ്ടത്. അത് മാത്രമല്ല, 3 ബംഗ്ലാദേശിൽ നിന്നെത്തിയ അനധികൃത കുടിയേറ്റക്കാരെ അവിടെ എത്തിക്കുകയും ചെയ്തു. അവർ എത്രയും വേഗം മടക്കിയെത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിംഗ്യകളെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കരുതൽ തടങ്കലുകൾ അല്ലെങ്കിൽ തടങ്കൽ കേന്ദ്രങ്ങൾ തയ്യാറാക്കുന്നത് എന്ന വിവരം പുറത്തേക്ക് വരുന്നത്. നിലവിൽ മുർഷിദാബാദിൽ മാത്രമാണ് കേന്ദ്ര പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മാൾഡ അടക്കം എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ തടങ്കൽ കേന്ദ്രങ്ങൾ ഉണ്ടാക്കും എന്നാണ് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ തരത്തിൽ SIR-മായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് പിന്നാലെ 90 ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയ സാഹചര്യം പശ്ചിമബംഗാളിലുണ്ട്. ഒരുപക്ഷേ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ അനധികൃതമായി എത്തിയവരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെയൊക്കെ കണ്ടെത്തി പുറത്തു കൊണ്ടുപോകാനുള്ള സാധ്യത, പുറത്തേക്ക് പശ്ചിമബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് തിരിച്ച് മടക്കി അടയ്ക്കാനുള്ള സാധ്യത അടക്കം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ തടങ്കൽ കേന്ദ്രങ്ങൾ എന്താണെങ്കിലും ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ അസമിലൊക്കെ ഇത്തരത്തിൽ സമാനമായ നടപടി BJP സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എത്തിയിരുന്നു. BJP സർക്കാരുകൾ പ്രത്യേകിച്ച് പറഞ്ഞ അതിർത്തി സംസ്ഥാനങ്ങളിൽ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കുന്നു. 3 ബംഗ്ലാദേശികളെ ഇതിനോടൊപ്പം തന്നെ പിടിച്ച് മുർഷിദാബാദിലെ തടങ്കൽ കേന്ദ്രത്തിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കൂടുതൽ കേന്ദ്രങ്ങൾ എല്ലാ ജില്ലകളിലും ഇതുപോലെ ഉണ്ടാക്കും. നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി അവരെയൊക്കെ നാട് കടത്തും എന്നാണ് BJP സർക്കാരിന്റെ ഒരു പ്രഖ്യാപനം. ശരി, വ്യക്തമാണ്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.